ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മിസ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ഗ്രാമർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വെർബ് എന്ന് പറയുന്നത്, നമ്മൾ വെർബാണല്ലോ ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. വീഴുക എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ടല്ലോ. വീഴുക എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്താണ് യൂസ് ചെയ്യുക? ഇംഗ്ലീഷിൽ ഫോൾ എന്നാണ്. അപ്പോൾ ഈ ഫോളിൻ്റെ എല്ലാ ഫോമും നമ്മൾ പഠിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് സെൻറ്റൻസുകളും പഠിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഫോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഴുക എന്നാണ്. ഫോളിൻ്റെ ഫസ്റ്റ് ഫോമിൽ നമ്മൾ സിംഗുലറിൻ്റെ കൂടെ എന്ത് യൂസ് ചെയ്യും? ഫോൾസ് എന്ന് യൂസ് ചെയ്യും. അപ്പോൾ വീഴുക, വീഴാറുണ്ട് എന്നാണ്. ഈ ഫോളിന്റെ രണ്ടാമത്തെ ഫോം എന്ന് പറയുന്നത്, V2 എന്ന് പറയുന്നത് ഫെല്ലാണ്. ഫെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണു എന്നാണ് അല്ലേ. പല രീതിയിലും നമ്മൾ പറയാറുണ്ട്. അപ്പൊ വീണു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഫെല്ലാണ് യൂസ് ചെയ്യേണ്ടത്. ഫോളിന്റെ മൂന്നാമത്തെ ഫോം ശ്രദ്ധിക്കണം, ഫോളൻ എന്നാണ്. ഫോളൻ അല്ലാതെ ഫെല്ല് തന്നെയല്ല കേട്ടോ. ഫോളൻ, അതായത് നമ്മൾ ഏതിന്റെ കൂടെ യൂസ് ചെയ്യുക? ഹാവ് ഫോളൻ, ഹാസ് ഫോളൻ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. വീണിട്ടുണ്ട്, വീണിട്ടുണ്ട്, അവൾ വീണിട്ടുണ്ട്, അവൻ വീണിട്ടുണ്ട്, കുട്ടി വീണിട്ടുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഹാവ് ഫോളൻ, ഹാസ് ഫോളൻ, അതുപോലെ ഹാഡ് ഫോളൻ എന്ന് വേണമെങ്കിലും പറയാൻ പറ്റൂ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ING ഫോമിലോട്ട് വരികയാണെങ്കിൽ ഈസ് ഫോളിങ്, ആം ഫോളിങ്, ആർ ഫോളിങ് എന്ന് പറയും. അതുപോലെ തന്നെ വാസ് ഫോളിങ്, വേർ ഫോളിങ്. അപ്പൊ ഈസ് ഫോളിങ്, ആം ഫോളിങ്, ആർ ഫോളിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഴുകയാണ് അല്ലെ. എന്തെങ്കിലും ഒരു സാധനം വീഴുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഈ വാസ് ഫോളിങ്, വേർ ഫോളിങ് എന്ന് പറയുമ്പോൾ വീഴുകയായിരുന്നു, ഞാൻ നോക്കിയപ്പോൾ കുട്ടി വീഴുകയായിരുന്നു എന്ന് പറയാറുണ്ടല്ലോ. ഇതിന് വേണ്ടിയിട്ടാണ് വാസ് ഫോളിങ്, വേർ ഫോളിങ് എന്ന് യൂസ് ചെയ്യുന്നത്, സിംഗുലർ പ്ലൂറൽ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഫോൾ എന്ന് പറയുന്ന വെർബിന്റെ ഫോംസുകൾ. ഇനി നമുക്ക് അതുമായി ബന്ധപ്പെട്ട് കുറച്ച് സെന്റൻസ് നോക്കാം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മളൊരു കുഴിയുടെ മുകളിൽ ഇങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മൾ വീഴാൻ പോകും. അപ്പം നമ്മൾ പറയാറുണ്ട് ഞാൻ വീഴുകയാണെന്ന് പറയാറുണ്ട്. ഐ എം ഫോളിങ് അല്ലേ. അവൾ വീഴുകയാണ്, ഷീസ് ഫോളിങ്, ഇങ്ങനെ പറയാൻ പറ്റും കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് ആണ്. ഞാൻ വീണു അല്ലേ. ഞാൻ വീണു എന്ന് പറയുകയാണെങ്കിൽ ഐ ഫെൽ, അല്ലെങ്കിൽ ഷീ ഫെൽ, ദേ ഫെൽ, അവർ വീണു. ഓക്കെ, ഞാൻ വീണിട്ടുണ്ട്, ഐ ഹാവ് ഫോളൻ, ഞാൻ വീണിട്ടുണ്ട്, അവൾ വീണിട്ടുണ്ട്, ഷി ഹാസ് ഫോളൻ, അല്ലെങ്കിൽ ഹി ഹാസ് ഫോളൻ എന്നൊക്കെ പറയാം. ഞാൻ വീണിട്ടുണ്ടായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ ഐ ഹാഡ് ഫോളൻ. അപ്പൊ ഇതിന് മൂന്നേ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോളൻ എന്നാണ്. ഓക്കെ, നമ്മൾ ഇപ്പോൾ കുട്ടികളൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് വീഴരുത് എന്ന് പറയാറുണ്ട് അല്ലെ. ഡോണ്ട് ഫോൾ, വീഴരുത്. അരുതെന്ന് പറയാൻ ഡോണ്ട് ആണ്, ഫോൾ അതിന്റെ കൂടെ V1 ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി കുട്ടി വീണു എന്ന് പറയാറുണ്ടല്ലോ. ഒരു കുട്ടി ഇങ്ങനെ നടന്നു പോകണം, കുട്ടി വീണു, ദ ചൈൽഡ് ഫെൽ, കുട്ടി വീണു. ഇനി നമ്മൾ ഫസ്റ്റ് ഫോം ആണ്, അവൾ എപ്പോഴും വീഴാറുണ്ട്. എങ്ങനെയായിരിക്കും പറയാ? നിങ്ങൾക്ക് അറിയെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. നമ്മൾ ഫസ്റ്റ് ഫോം ആണ് വേണ്ടത്. സബ്ജക്റ്റ് എന്താണ്? അവളാണ്. അപ്പൊ എങ്ങനെ പറയും? അവൾ എപ്പോഴും വീഴാറുണ്ട്. ഒന്ന് കമന്റ് ചെയ്യാൻ നോക്കുക കേട്ടോ. നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്? ഫെൽ എന്ന് പറയുന്ന വെർബിന്റെ എല്ലാ ഫോമുമാണ്. എല്ലാവരും വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. ഇതുപോലെ എല്ലാ വെർബിന്റെയും എല്ലാ ഫോമും പഠിച്ചിട്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം കേട്ടോ. നമ്മളെ മെയിൻ ചാനലിൽ ഒരുപാട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾ സ്വയം സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ പഠിച്ച വെർബുകൾ എടുത്തുകൊണ്ടോ ഒരു വെർബ് കാണുന്ന സമയത്ത്, വെർബ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ്. അത് ഏതുമാകാം, അതെടുത്തിട്ട് ഇതുപോലെ, പക്ഷെ അതിന്റെ ഫോംസിൽ വളരെ വ്യത്യാസം ഉണ്ടാവും. ചിലത് V2 V3 ഒന്നായിരിക്കും, പക്ഷെ ചിലതിൽ അങ്ങനെയല്ല കേട്ടോ. അപ്പൊ അത് നമ്മൾ സൂക്ഷിക്കണം. അതിന് വേണ്ടിയിട്ട് വെർബ് മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ അഭിപ്രായം കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.